കയ്യിലൊരു ഫോണും മൈക്കും ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥയാണെന്ന്. പക്ഷെ ഒന്ന് വ്യക്തമാക്കട്ടെ, ഈ കാണിക്കുന്നതൊന്നും മാധ്യമ പ്രവർത്തനമല്ല. ആറ്റുകാൽ പൊങ്കാലക്കിടയിൽ മറ്റു പൊതുവിടങ്ങളിലും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെയും ശരീരഭാഗങ്ങളെയും സൂം ചെയ്ത് വീഡിയോ പിടിക്കുന്ന ഇക്കൂട്ടരെ ഓൺലൈൻ മീഡിയ എന്ന് വിളിച്ച് ആ പദത്തെ ദയവ് ചെയ്ത് അപമാനിക്കരുത്. ഇവർ വെറും വ്യൂ വേട്ടക്കാർ മാത്രമാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്യാനല്ല ഇവർ വരുന്നത്, മറിച്ച് ക്യാമറ ഏത് ആംഗിളിൽ വെച്ചാൽ കൂടുതൽ ലൈക്കുകൾ കിട്ടും, ഏത് തരം തംബ്നെയിൽ ഇട്ടാൽ കൂടുതൽ ആളുകൾ ക്ലിക്ക് ചെയ്യുമെന്ന് നോക്കുന്ന ഒരു കൂട്ടർ. ഭക്തിയോടെ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ത്രീകളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറ തുളച്ചു കയറ്റുന്ന പച്ചയായ ഒളിഞ്ഞു നോട്ടമാണിത്. ഇതിനെ മീഡിയ എന്ന് വിളിച്ച് ആരും വെള്ള പൂശാൻ നോക്കണ്ട. സെലിബ്രിറ്റികളുടെ പിന്നാലെ നടന്ന് അവരുടെ വസ്ത്രം ശരിയല്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ആ അശ്ലീലം വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ബിസിനസ് ആണ്, മറ്റൊരാളുടെ അന്തസ്സ് വിറ്റ് കാശാക്കുന്ന തരം താഴ്ന്ന ബിസിനസ്. ഇവർക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ല, ഒരു എത്തിക്സും ഇല്ല. റീച്ചിന് വേണ്ടി സ്വന്തം നിലവാരം ഇത്രത്തോളം താഴ്ത്തുന്ന ഇവർ സമൂഹത്തിന് തന്നെ ബാധ്യതയാണ്. പ്രേക്ഷകരോടാണ് ഇനി പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചാനലുകൾ മീഡിയ എന്ന നിലയിൽ കാണാതിരിക്കുക, ഇവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്തുക. ഇവർ ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് അല്ല, മറിച്ച് സൈബർ ഇടങ്ങളിലെ കടന്നുകയറ്റമാണ്. ഇത്തരം ക്രിമിനലുകളെ ഒറ്റപ്പെടുത്തണം. അന്തസ്സുള്ള മാധ്യമ പ്രവർത്തനവും ഈ വൃത്തികെട്ട റീച്ച് വേട്ടയും തമ്മിലുള്ള വ്യത്യാസം നാം തിരിച്ചറിയണം. ഒളിഞ്ഞുനോട്ടക്കാരെ മാധ്യമ പ്രവർത്തകർ എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് നിർത്താം.